ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ സ്റ്റഡി പി എസ് സി ഫോക്കസ് പോയിൻ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. രാവിലെ ഇന്ന് ജന്മാഷ്ടമിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ ഉള്ളൊരു കാലാവസ്ഥയെന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു. ചെറിയ മഴച്ചാറ്റിലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ നമുക്ക് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതിയിട്ട് ക്ലീൻ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ജന്മാഷ്ടമി ആയതുകൊണ്ട് തന്നെ തലേ ദിവസം തന്നെ നല്ലതായിട്ട് അടിച്ചു വാരിയൊക്കെ ഇട്ടിരുന്നു. അപ്പോൾ എങ്കിലും നമ്മൾ രാവിലെ വിളക്ക് വെക്കുന്നതിന് മുമ്പ് ഒന്ന് തൂക്കുന്ന പതിവുണ്ടല്ലോ, അതുകൊണ്ടാണ് രാവിലെ ഞാൻ തൂക്കുന്നത്. അപ്പോൾ അതിന് ശേഷം പോയി കുളിച്ചു വന്നതിന് ശേഷം വിളക്കൊക്കെ കൊളുത്തണം. അപ്പോൾ അതുകൊണ്ടാണ് പോയി കുളിച്ചിട്ട് വന്നതിന് ശേഷം നമ്മൾ വിളക്ക് കൊളുത്താനൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ വിളക്കൊക്കെ കൊളുത്തി അങ്ങനെ കുറച്ച് നേരം നാമം ജപിക്കുന്ന ഒരു ശീലമുണ്ട്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾ രാവിലെ നാമം ജപിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നാമജപമൊക്കെ കഴിഞ്ഞു. അതിന് ശേഷം നേരെ അമ്പലത്തിലേക്ക് പോയി. നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു അമ്പലമുണ്ട്. അപ്പോൾ അമ്പലത്തിലൊക്കെ പോയിട്ടൊക്കെ വന്നു. അങ്ങനെ ചന്ദനമൊക്കെ മേടിച്ചിട്ട് വീട്ടിലെത്തി. അപ്പോൾ രാവിലെ തന്നെ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ്. അപ്പോൾ പിന്നെ ഇത് സൺഡേ ആയതുകൊണ്ടും അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ജയന്തിയൊക്കെ ആയതുകൊണ്ട് ആർക്കും ഓഫീസും അതുപോലെ തന്നെ സ്കൂളൊന്നും ഇല്ലാത്ത കാരണം ആരും എഴുന്നേറ്റില്ല. അപ്പോൾ ഞാൻ കരുതി എന്തായാലും ഒന്ന് പഠിക്കാമെന്ന് എഴുതിയിട്ടിരുന്നു. ഞാൻ ഈ SCERTയിലെ ചാപ്റ്റേഴ്സ് എല്ലാം ഇതുപോലത്തെ ഒരു വൈറ്റല്ല വരയിട്ട പേപ്പറിലാണ് എഴുതിയെടുക്കാറ്. അപ്പോൾ എനിക്കെന്തോ വരയിട്ട പേപ്പറിൽ എഴുതിയെടുത്ത് പഠിക്കുന്നത് വലിയൊരു കോൺഫിഡൻസിൽ തരുന്നതാണ്. അതുമാത്രമല്ല എനിക്കെന്തോ ഇഷ്ടമാണ് ഇങ്ങനത്തെ വരപ്പേപ്പറിലൊക്കെ എഴുതുന്നത്. പിന്നെ ഞാൻ നോക്കിയത് നമ്മുടെ ഫോക്കസിൻ്റെ എൻ്റെ കയ്യിൽ പ്രീവിയസിൻ്റെ ടെക്സ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പ്രീവിയസ് ഒന്ന് നോക്കാമെന്ന് വെച്ചിട്ട് എടുത്ത് നോക്കിയതാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്ത് പോകുന്നതെന്ന് വെച്ചാൽ ഇതൊക്കെ കറണ്ട് അഫയേഴ്സ് ആയിരുന്നു അന്നത്തെ. അപ്പോൾ പ്രിലിംസ് നമുക്ക് കമ്പനി ബോർഡിന് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇതുവരെ കൺഫേം അല്ലല്ലോ. അപ്പോൾ ഒരു 80% പ്രിലിംസ് ഉണ്ടാകാനാണ് സാധ്യത. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ പ്രിലിംസിൻ്റെ സിലബസ് അനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്യാമെന്ന് വെച്ചത്. അപ്പം കുറേ ഭാഗങ്ങളൊക്കെ കറണ്ട് അഫയേഴ്സ് ആയതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്ത് പോയി. കറണ്ട് അഫയേഴ്സ് അല്ലാത്ത നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ അന്ന് പഠിച്ചിട്ടുള്ളതായിരുന്നു, കുറച്ച് നാൾ മുന്നേ പഠിച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ കമ്പനി ബോർഡിന് തീർച്ചയായിട്ടും ഈ പറഞ്ഞ പ്രീവിയസ് ഒക്കെ നോക്കുക. അപ്പോൾ അതിന് ശേഷം ഞാൻ ചെയ്തതെന്ന് പറയുന്നത് കുറച്ച് SCERTയിലെ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനൊന്ന് എഴുതിയെടുത്ത് വെച്ചു. അപ്പോൾ ഞാൻ സാധാരണ ഇങ്ങനത്തെ പേപ്പറിലാണ് SCERT എഴുതിയെടുക്കാറെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ സാഹചര്യങ്ങൾ എന്താ, ഇപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം എഴുതിയെടുക്കാനൊക്കെയുള്ള സമയം ഇല്ലാത്തവരായിരിക്കാം, ജോലിക്ക് പോകുന്നവരോ അല്ലെങ്കിൽ സാഹചര്യങ്ങളില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും പ്രിൻ്റ് എടുത്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ നമ്മൾ പ്രിൻ്റ് എടുത്ത് പഠിച്ചതുകൊണ്ടോ എഴുതി പഠിച്ചതുകൊണ്ടോ നമുക്ക് വലിയൊരു എന്താ പറയുക, പഠിക്കുക എന്നുള്ളതാണ് അവിടുത്തെ മെയിനായിട്ടുള്ള കാര്യം. അതിപ്പോൾ നമ്മൾ എങ്ങനെ പഠിച്ചു എന്നുള്ളതിലല്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്ക് ഈ പറയുന്ന പോലെ പ്രിൻ്റ് എടുത്ത് പഠിക്കാൻ എന്താ പറയുക, ഞാനിങ്ങനെ എഴുതിയാണ് പഠിക്കാറുള്ളത്. പിന്നെ അത് അത്യാവശ്യം എനിക്ക് എന്തെങ്കിലും എഴുതി എടുക്കാൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഞാൻ പ്രിൻ്റ് എടുത്തും പഠിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്